ഇത് സുബ്രതോ മുഖർജി അണ്ടർ 17 ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന ഗ്രൗണ്ടാണ്. ഇത് പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. പേരാറ് പെരുമഴയത്താണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കളിയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ കളി നടത്തുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം അതെങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലാണ് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എപ്പോൾ ഇഞ്ചുറി ആയി എന്ന് ചോദിച്ചാൽ മതി. കാരണം അത്രയധികം വെഴുക്കലാണ് ഈ ഗ്രൗണ്ടിൽ. ബോൾ നീങ്ങണില്ല, വെഴുക്കൽ. അതുകൊണ്ട് ഇതൊക്കെ ഈ സന്ദർഭമൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് കുട്ടികൾക്ക് വെഴുക്കി പോണ്. എപ്പോൾ ലിഗമെൻ്റ് ഇഞ്ചുറി വന്നു എന്ന് എപ്പോഴോ ചോദിച്ചാൽ മതി. അങ്ങനത്തെ അവസ്ഥയാണ്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഇതുവരെ എന്തിനു നടത്തണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഒരുപാട് കാലം അക്കാദമി പോലെ റെസിഡൻഷ്യലായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല നല്ല അക്കാദമികളുണ്ട്. അവരൊക്കെ ഓരോ സ്കൂൾ ടീമായിട്ടാണ് വരുന്നത്. അവരൊക്കെ ഈ ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ഒരു ടീമിന് കളിക്കാൻ പറ്റുക? ഈ ശ്രീകൃഷ്ണപുരം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തീരല്ല, ഡയമെൻഷൻ തീരെ ചെറുതായ ഗ്രൗണ്ടാണ്. റഫറിന് ഒരുപാട് പ്രാവശ്യം ക്ലാഷായി. വളരെ മോശം സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എങ്ങനെ നടത്തിയിട്ട് നമ്മുടെ ഭാവി ഇന്ത്യൻ താരങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? നമ്മുടെ സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമാണ് നമ്മൾ ലഹരികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത്. ഇതെന്തിങ്ങനെ ഈ ഒരു ഫുട്ബോൾ മത്സരം ഇങ്ങനെ നടത്തി എല്ലാ മത്സരങ്ങളും നടത്തിയിട്ട് എങ്ങനെയാണ് ഈ കുട്ടികളെ നിന്ന് മാറ്റുക? അതിപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് കളി നടക്കുന്നത്. സബ് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരുപാട് ടീമുകൾ പങ്കെടുക്കേണ്ട ടൂർണമെൻറ്റാണ്. അവരാരും പങ്കെടുത്തില്ല. അതൊക്കെ ഈ മാഷുമാരുമായുള്ള സമരത്തിൽ എന്തിനാണ് ഇത് നടത്തുന്നത്? ഇത് നടത്താതിരിക്കുന്നതല്ല. അത്ര മോശം അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം. ഇതൊന്നും പറയാനില്ല. എങ്ങനെ ഇന്ത്യ വളരും? വളരെ ദയനീയ അവസ്ഥയാണ്.